മാരക വിപത്തിനെ പിഴുതെറിയാൻ ജന്മഭൂമിക്കൊപ്പം അണിനിരന്ന ആയിരങ്ങൾ. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച 2 ഘട്ടങ്ങളായുള്ള ജനജാഗ്രതാ യാത്രയെ ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച 2ാം ഘട്ട യാത്ര പാറശാലയിൽ മുൻ DGP R. ശ്രീലേഖ ഉദ്ഘാടനം ചെയ്തു. ഉണരാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജന്മഭൂമി ലഹരി വിരുദ്ധ ജാഗ്രതാ യാത്ര സംഘടിപ്പിച്ചത്. 1ാം ഘട്ടത്തിൽ V. മുരളീധരൻ നയിച്ച ജാഥ മാർച്ച് 29-ന് ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരു സമാധിയിൽ നിന്ന് ആരംഭിച്ച് കാട്ടാക്കടയിലാണ് സമാപിച്ചത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച 2ാം ഘട്ട യാത്ര ഇന്നലെ പാറശാലയിൽ നിന്നും ആരംഭിച്ച് മാനവീയം വീതിയിൽ സമാപിച്ചു. 2ാം ഘട്ട യാത്ര മുൻ DGP R. ശ്രീലേഖ ഉദ്ഘാടനം ചെയ്തു. ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെ പ്രതിഫലിക്കുന്ന ലഹരിക്കെതിരെയുള്ള ജനജാഗ്രതാ യാത്ര, ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രയാണം, അതിൽ പങ്കാളിയാകാൻ സാധിച്ചതിൻ്റെ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. സന്യാസി വര്യന്മാർക്ക് ജന്മം നൽകിയ മണ്ണിൽ ലഹരിയുടെ വ്യാപനം വർദ്ധിക്കുന്നത് ദുഃഖകരമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ലഹരി മാഫിയയുടെ വേരറുക്കുന്ന സ്ഥിരം സംവിധാനം ഉണ്ടാവണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. കാരണം ജന്മഭൂമി വെറും ഒരു കടലാസ് കഷ്ണമല്ല, മറ്റേതെങ്കിലും ഒരു പത്രം പോലെ മഷിയും കടലാസും ചേർന്നതൊന്നുമല്ല. ജന്മഭൂമിയുടെ പിന്നിൽ ഒരു ആശയമുണ്ട്. ആ ആശയം എന്ന് പറയുന്നത്, ഇതിനെ നേരിടണമെങ്കിൽ, ഈ മഹാമാരിയെ, ഈ മഹാവിപത്തിനെ നേരിടണമെങ്കിൽ വെറും പദയാത്രകൾ കൊണ്ടോ പ്രസ്താവനകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ ഇത് സാധിക്കില്ല. ഇതിനെ നമ്മൾ ശരിയായി ചെറുക്കണമെങ്കിൽ നമ്മൾ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അതിന് പരിവർത്തനം ഉണ്ടാകും. ജന്മഭൂമി ചീഫ് സബ് എഡിറ്റർ R. പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി. മഹിളാ സമുന്നത വേദി ഭാരവാഹി അഞ്ജന, BJP പാറശാല മണ്ഡലം പ്രസിഡന്റ് മണവാരി രതീഷ് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം കവി സുകുമരുതുത്തൂർ നൽകി. യാത്രയുടെ സമാപനത്തിന് മുന്നോടിയായി മാനവീയം വീതിയിൽ ABVP അവതരിപ്പിച്ച തെരുവു നാടകം ലഹരിക്കെതിരെ പുതു സന്ദേശം നൽകി. ജനം, തിരുവനന്തപുരം.